എല്ലാവർക്കും നമസ്കാരം. അഗ്രിഫോറിയുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഓരോ കൃഷികളുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓരോ കൃഷി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു രീതിയിലുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് വെള്ളരി വിഭാഗത്തിൽപ്പെട്ട പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതിൻ്റെ ഇടയകലവും അതുപോലെ തന്നെ ഇതിൻ്റെ വളപ്രയോഗവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൃഷി സംബന്ധമായിട്ടുള്ള ഇതുപോലെ അറിയിപ്പുകൾ ലഭിക്കുന്നതിന് വേണ്ടി അടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. മത്തൻ, കുമ്പളം, വെള്ളരി, പാവൽ, പടവലം, തണ്ണിമത്തൻ, ചുരയ്ക്ക എന്നിവയൊക്കെയാണ് വെള്ളരി വിഭാഗത്തിൽപ്പെടുന്ന പച്ചക്കറികൾ ഉള്ളത്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന വെള്ളരി വിഭവങ്ങളാണ് ഇവയെല്ലാം. ജനുവരി മുതൽ മാർച്ച് വരെ ജലസേചനം അടിസ്ഥാനമായുള്ള കൃഷിയാണിത്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ മഴയെ അടിസ്ഥാനമാക്കി കൃഷി തുടങ്ങുകയും ചെയ്യുന്നു. മാത്രമല്ല ഇത് ഒരേക്കറിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തിൻ്റെ അളവും തൈകളുടെ എണ്ണവും തടങ്ങൾ തമ്മിലുള്ള ഇടയകലവുമെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വെള്ളരി വിഭാഗം പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയത്ത്. ഇതിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പടവലം അതുപോലെ തന്നെ ചുരയ്ക്ക തുടങ്ങിയവയാണ്. ഈ പടവലം, ചുരയ്ക്ക തുടങ്ങിയത് ഒരേക്കറിൽ 1.25 കിലോഗ്രാം മുതൽ 1.75 കിലോഗ്രാം വിത്ത് വരെ നമുക്ക് വേണം ഇത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി. തൈകളുടെ എണ്ണമാണെങ്കിൽ 6000 വരെയാണ്. ഇത് തമ്മിലുള്ള ഇടയകലം എന്ന് പറയുന്നത് 2 മീറ്റർ ഇൻറ്റു 2 മീറ്റർ അളവിലാണ് ഇതിൻ്റെ അകലം വേണ്ടത്. അതായത് ഇടയകലം വേണ്ടത് 2 മീറ്റർ ഇൻറ്റു 2 മീറ്റർ സ്ക്വയറിലാണ് വേണ്ടത്. അടുത്തതായിട്ട് പാവലാണ്. പാവൽ എന്ന് പറയുമ്പോൾ 2 മുതൽ 2.25 കിലോഗ്രാം വരെയാണ് ഏക്കറിന് ഇതിന് വിത്ത് വേണ്ടത്. വിത്തിൻ്റെ എണ്ണം അനുസരിച്ചാണെങ്കിൽ ഏകദേശം 6000 വിത്തുകൾ വരെ തൈകളുടെ എണ്ണം അനുസരിച്ചാണെങ്കിൽ 6000 തൈകൾ വരെ നമുക്ക് വെക്കാൻ പറ്റും. ഇതും 2 മീറ്റർ ഇൻറ്റു 2 മീറ്റർ സ്ക്വയറിലാണ്. കൂടാതെ തണ്ണിമത്തൻ, മത്തങ്ങ തുടങ്ങിയവ 0.4 മുതൽ 0.6 കിലോഗ്രാം വിത്താണ് പെർ ഏക്കറിന് വേണ്ടത്. തൈകളുടെ എണ്ണമാണെങ്കിൽ 4500 വരെ. ഇത് 4.5 മീറ്റർ ഇൻറ്റു 2 മീറ്റർ നീളത്തിലൊക്കെയാണ് ഇത് കൃഷി ചെയ്യേണ്ടത്. കൂടാതെ കുമ്പളങ്ങ 200 ഗ്രാം മുതൽ 300 ഗ്രാം വരെയാണ് ഒരു ഏക്കറിന് ഇതിൻ്റെ വിത്ത് വേണ്ടത്. 4500 വരെ തൈകൾ. ഇതിൻ്റെ ഇടയകലം എന്ന് പറയുന്നത് 4.5 മീറ്റർ ഇൻറ്റു 2 മീറ്റർ തന്നെയാണ്. വെള്ളരിയാണ് എങ്കിൽ 200 ഗ്രാം മുതൽ 300 ഗ്രാം വരെ പെർ ഏക്കറിന് വിത്തിൻ്റെ അളവ് വേണം. തൈകളുടെ എണ്ണം ഏകദേശം 6000 എണ്ണമാണ്. ഇത് 2 മീറ്റർ ഇൻറ്റു 1.5 മീറ്റർ വിസ്തൃതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വെള്ളരി വിഭാഗം പച്ചക്കറികൾ. ഇതിൽ വളപ്രയോഗം, ജൈവവളപ്രയോഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചാണകപ്പൊടിയൊക്കെ ഒരു ഏക്കറിന് 8 മുതൽ 10 ടണ്ണ് വരെയാണ് ഏക്കറിന് വേണ്ടത്. അതായത് ഒരു ചെടിക്ക് 1.5 കിലോഗ്രാം മുതൽ വേണമെന്നാണ് ഒരു ചെടിക്ക് വേണ്ടത്. അതുപോലെ രാസവളപ്രയോഗം ഓരോ ഏക്കറിന് യൂറിയ, പൊട്ടാഷ്യം അതിന് ആനുപാതികമായിട്ട് നമുക്ക് നൽകുകയും ചെയ്യാം. അത് 3 കാലയളവായിട്ട് C1, C2, C3 എന്ന് പറയുന്ന കാലയളവ് നമുക്ക് ഇത് കൊടുക്കുവാൻ സാധിക്കും. ഓരോ ചെടിക്കും പല രീതിയിൽ ഇത് കൊടുക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ വളപ്രയോഗ രീതി എന്ന് പറയുന്നത് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇതിൻ്റെ വളം പ്രയോഗിക്കേണ്ടത്? ജൈവവളപ്രയോഗം ചെടിക്ക് തടവെടുക്കുമ്പോൾ തന്നെ അടിവളമായിട്ട് തന്നെ മുഴുവൻ ചേർക്കണം. അതായത് നമ്മൾ ഈ ഒരു നടാൻ വേണ്ടി ഇതിൻ്റെ തടവെടുക്കുന്ന സമയത്ത് തന്നെ മൊത്തം എടുക്കണം എന്ന് ചുരുക്കം. രാസവളപ്രയോഗവും അത് ഓരോ ഘട്ടത്തിനനുസരിച്ചായിരിക്കും, ഓരോ അതിൻ്റെ ഒരു കാലാവധി അനുസരിച്ച് ഓരോ ഘട്ടം അനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇത് വെള്ളരി വിഭാഗം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന രീതികളാണ്. അപ്പോൾ ഈ ഒരു വെള്ളരി വിഭാഗം ലിസ്റ്റിലുള്ളതാണ് പടവലം, ചുരയ്ക്ക, പാവൽ, തണ്ണിമത്തൻ, മത്തങ്ങ, കുമ്പളം, വെള്ളരി തുടങ്ങിയവ. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.